ഗൗരവം, അതിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ നമ്മളെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ മറഞ്ഞ രൂപത്തിൽ ഉള്ള എന്ത് സഹായവും പ്രതീക്ഷിക്കേണ്ടത് പടച്ചവനിൽ നിന്നാണ് എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ്, ആ ഒരൊറ്റ പേരിലാണ് ഇവിടെ സംഘട്ടനമുണ്ടായിട്ടുള്ളത്. ഇവിടെ രണ്ട് ടീമും അള്ളാനെ വിളിച്ചു പ്രാർത്ഥിച്ചവരാണ്. പക്ഷെ ഒരു ടീമിന്റെ പ്രത്യേകത, അള്ളാനെ വിളിച്ച് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അവർ ചില ആളുകളുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൾ കൂടി അവർ ഉൾപ്പെടുത്തി. ലാത്തയും ഉസ്സയും മനാത്തയും ഹുബുലും ഒക്കെ അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തിന് തേടിയ ആൾക്കാരായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ബദറിൽ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ 90% ആളുകളും ഈ ബദരീങ്ങളെ തന്നെ അള്ളാഹുവിലേക്ക് ഹക്ക് ജാഹിന് വേണ്ടി തേടുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വളരെ ദുർബലരായ ആളുകൾ മാത്രമായിരിക്കും തൗഹീദിന്റെ കൂടെ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി, തൗഹീദ് ഇല്ലാത്തവന്റെ കർമ്മങ്ങൾ മുഴുവനും ധൂളികളായി പറത്തപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കി. മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ ഇസ്തദ്ദത് ബിഹിർ റീഹു ഫീ യൗമിൻ ആസിഫിൻ ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ശൈ. ഒന്നും തന്നെ ബാക്കിയാവാത്ത വിധം തങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകുന്ന, എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക. ഹക്ക് ജാഹ് ബർക്കത്തുകൾ എന്നൊക്കെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ ഇടയാളന്മാരെ ചേർത്തി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സഹായാർത്ഥന നടത്തിയിട്ടൊക്കെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രവാചകരെ അങ്ങയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗീയതകളും മാറ്റി തൗഹീദിന്റെ പേരിൽ ഉറച്ചു നിൽക്കേണ്ട, നമ്മൾ ചൊല്ലിത്തരുന്നതിന് ആമീൻ പഠിക്കുന്ന ആളുകളായി മാറുന്നതിന് പകരം ആത്മാർത്ഥമായി പടച്ചവനോട് മാത്രം തേടുന്ന ഇഖ്ലാസുള്ള നല്ല തൗഹീദിന്റെ ആളുകളായി, മുവഹിദുകളായി മരിച്ചു പോകാൻ, ബദരീങ്ങളെപ്പോലെ അവരുടെ ദറജയിലെത്താൻ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടലല്ല. ഒരു പക്ഷേ ചില ആളുകൾക്കൊക്കെ ഇവിടെ വരുമ്പോ ഇവിടെ നിന്ന് ഒരൽപ്പം മണ്ണ് കിട്ടിയാൽ ഇത് കൊണ്ടുപോയി ഏതെങ്കിലും പള്ളിയിൽ വെച്ചാൽ ആ പള്ളിയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകി വരികയും കോടികൾ കിട്ടുകയും ചെയ്യും എന്ന ധാരണ ഉണ്ടായേക്കാം. അവർക്കൊക്കെ ഇത് കാണുമ്പോ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. കാരണം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനൊരു സംഗതി കിട്ടിയില്ലല്ലോ എന്നൊരു ബേജാറ് അവർക്കുണ്ടായേക്കാം. അവരൊക്കെയും സമ്മതിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോ തൗഹീദാണ് ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ വലിയ അതിന്റെ ആത്മാവ് എന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും പാമരന്മാരായ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, പൊട്ടീസുകളാക്കുന്ന, മസ്ജിദുൽ ഹറമിന്റെ മുമ്പിൽ നിന്ന് അവര് വ്യത്യസ്തങ്ങളായ പേരും പറഞ്ഞ് സ്ത്രീകളെ അവിടുന്ന് മാറ്റി നിർത്തുന്ന,